നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആവണം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ സെൽഫ് സഫിഷ്യൻ്റ് ആവണം. ഞാനിത് പറയുമ്പോൾ പൊങ്ങച്ചം പറയുകയാണ് എന്ന് തോന്നരുത്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ MAMO കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. ഞാനത് കഴിഞ്ഞ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ പോളിടെക്നിക്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് പഠിച്ചു. ഞാൻ അത് കഴിഞ്ഞ് LLBക്ക് കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിലാണ് പഠിച്ചത്. ഞാൻ അതിനിടയിൽ MCAക്ക് പോയി, LLMന് MG യൂണിവേഴ്സിറ്റിയിൽ പോയി. ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു നയാ പൈസ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഞാൻ അധ്വാനിച്ചിട്ടാണ്, ഞാൻ ജോലി ചെയ്തിട്ടാണ്, ഞാൻ ബിസിനസ് ചെയ്തിട്ടാണ് എൻ്റെ പഠനത്തിനുള്ള പണം ഞാൻ കണ്ടെത്തിയത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് പറയാനുള്ളത്, പല വാർത്തകളും കേൾക്കുന്ന കാലമാണ്. നന്നായി പഠിച്ച് ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുക എന്നതായിരിക്കണം നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അവസാനമായി ഒറ്റ കാര്യം, നമ്മളൊക്കെ വല്ലാതെ ആർത്തിയുള്ളവരാണ്, ഭയങ്കര അത്യാഗ്രഹമുള്ളവരാണ്. അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1200 എല്ലാ വിഷയത്തിലും A+ കിട്ടിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 1200ൽ 1200 കിട്ടാത്ത ദുഃഖമായിരിക്കും. ഒരു വിഷയത്തിൽ A+ പോയ ആളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിലും A+ കിട്ടാത്തതായിരിക്കും. എങ്ങനെയാണെങ്കിലും നമുക്ക് തൃപ്തി കുറവാണ്. ഇനി 1200ൽ 1200 കിട്ടിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ സങ്കടം ഉണ്ടാവും. ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ മെയ് 4-ാം തീയതി റിസൾട്ട് വരുന്ന ദിവസം രാവിലെ എൻ്റെ ആഗ്രഹം ഷംസുക്ക എങ്ങനെയെങ്കിലും ജയിക്കണം എന്നായിരുന്നു. ഒരു 5000 ഭൂരിപക്ഷമായപ്പോൾ എൻ്റെ ആഗ്രഹം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് 10000 ആവണം എന്നായിരുന്നു. 10000 കടന്നു, 15000 ആയി. പിന്നെ 20000 ആകാനുള്ള പ്രാർത്ഥനയിലാണ്. പിന്നെ 25000 ആകാനുള്ള പ്രാർത്ഥനയായി, 30000 ആകാനുള്ള പ്രാർത്ഥനയായി, 35000 ആകാനുള്ള പ്രാർത്ഥനയായി. 36682 നിന്നപ്പോൾ എനിക്ക് സങ്കടമാണ് 40000 ആവാത്തതിൽ. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കും ഈ സങ്കടമുണ്ട്. മനുഷ്യൻ്റെ ഒരു ആർത്തി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ലോകത്താദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പേര്. നീൽ ആംസ്ട്രോങ്ങിൻ്റെ കൂടെ 2 പേർ കൂടിയുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് ആ പേരറിയും എന്ന് എനിക്കറിയില്ല. ഒരാളുടെ പേര് എഡ്വിൻ ആൽഡ്രിൻ എന്നാണ്, മറ്റൊരാളുടെ പേര് മൈക്കൽ കോളിൻസ് എന്നാണ്. നീൽ ആംസ്ട്രോങ്ങിൻ്റെ കൂടെ കാലുകുത്താൻ ഭാഗ്യം ലഭിക്കാത്ത ആൾക്കാരാണ് ഈ 2 ആൾക്കാർ. ലോകം മുഴുവൻ ചർച്ച ചെയ്തത് നീൽ ആംസ്ട്രോങ്ങിനെ കുറിച്ചാണ്. നീൽ ആംസ്ട്രോങ്ങിൻ്റെ കൂടെ ആദ്യമായി കാലുകുത്തേണ്ട വേറൊരാൾ എഡ്വിൻ ആൽഡ്രിൻ. നീൽ ആംസ്ട്രോങ് കാലുകുത്തിയപ്പോൾ നീൽ ആംസ്ട്രോങ് പറഞ്ഞു, എ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ ഹ്യൂമൻ ബീയിങ് ബട്ട് എ ജയന്റ് ലീപ്പ് ഫോർ എ ഹ്യൂമൻ കൈൻഡ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാൽവെപ്പ്, മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുതിച്ചുചാട്ടം. ഇത് കേട്ടപ്പോഴാണ് എഡ്വിൻ ആൽഡ്രിന് മനസ്സിലായത്, ഞാൻ കാലുകുത്തിയിരുന്നെങ്കിൽ ലോകം മുഴുവനും എൻ്റെ പേരായിരുന്നില്ലേ ചർച്ച ചെയ്യുക. അയാൾ തിരിച്ച് നാട്ടിൽ വന്നു, മുഴുക്കുടിയനായി, മദ്യപാനിയായി, നിരാശയിൽ തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി. പക്ഷെ അയാളുടെ കൂടെ 3ാമത്തെ ഒരാളുണ്ടായിരുന്നു, മൈക്കൽ കോളിൻസ്. മൈക്കൽ കോളിൻസ് പറഞ്ഞു, ഞാനാണ് ആ പേടകം നിയന്ത്രിച്ചത്. ഞാൻ ആ പേടകത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നീൽ ആംസ്ട്രോങ്ങിന് കാലുകുത്താൻ കഴിയില്ല. ഇതൊരു ടീം വർക്കാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞ മൈക്കൽ കോളിൻസാണ് നമ്മെ മുന്നോട്ട് നടത്തിക്കേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തൽ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ മുമ്പിൽ നൽകിക്കൊണ്ട് ഈ ചടങ്ങിൻ്റെ ഈ മനോഹരമായ, ഈ തിങ്ങി നിറഞ്ഞ SSLCയും +2വും കഴിഞ്ഞ് ഏറ്റവും മിടുക്കികളുമായ ഈ വിദ്യാർത്ഥികളുടെ ലോറൻസ് 2026 എന്ന പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.